ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നാം പോകുന്ന സ്ഥലത്തിൻ്റെ പേര് ടബ്ഗ എന്നാണ്. ഇതൊരു ഗ്രീക്ക് വാക്കാണ്. ഇതിൻ്റെ അർത്ഥം സ്പ്രിംഗ് ഓഫ് 7 എന്നാണ്. ഇവിടുത്തെ പ്രത്യേകത, ഇവിടെയാണ് ഈശോ 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റിയതായിട്ട് നമ്മൾ കാണുന്നത്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 30 മുതൽ 46 വരെയുള്ള വചനങ്ങളിലാണ് നാം ഇത് കാണുന്നത്. ഈശോ ഈ അത്ഭുതം പ്രവർത്തിച്ച സ്ഥലത്ത് ഇന്ന് ഒരു ദേവാലയമുണ്ട്. ആ ദേവാലയത്തിൻ്റെ പുറത്തെ ഭാഗങ്ങളാണ് നാം ഇപ്പോൾ കാണുന്നത്. ഗലീലി കടലിൻ്റെ തീരത്തായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഈ ദേവാലയത്തിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. ഇവിടെ നമുക്ക് ഒരു അൾത്താര കാണാനായിട്ട് സാധിക്കും. അതുപോലെ അവിടെ ഒരു വിളക്ക് തെളിച്ചു വച്ചിരിക്കുന്ന പാറ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം. ഈ പാറയിൽ ഇരുന്നു കൊണ്ടാണ് ഈശോ ഈ അത്ഭുതം പ്രവർത്തിച്ചത്. ആ പാറ അതുപോലെ തന്നെ അവിടെ സൂക്ഷിക്കുന്നുണ്ട്. ഇവിടെയാണ് ഈശോ 5 അപ്പം കൊണ്ട് 5000 പേരെ ഊട്ടിയത്. ഇത് വളരെ ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. 5000 പേര് എന്ന് പറയുമ്പോൾ അവിടെ 5000 പുരുഷന്മാരായിരുന്നു. അപ്പോൾ നമുക്കറിയാം, തീർച്ചയായും അതിൽ കൂടുതൽ സ്ത്രീകളോട് ഉണ്ടായിരിക്കണം, അവരുടെ കുട്ടികളുണ്ടായിരിക്കണം. അപ്പോഴതിനെപ്പറ്റി വ്യക്തമായ കണക്ക് നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും ഒരു 15000 പേരെങ്കിലും മിനിമം അവിടെ ഉണ്ടായിരുന്നിരിക്കണം എന്നാണ് പലരുടെയും അഭിപ്രായം. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നുകൂടി നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഈശോ അപ്പമെടുത്ത് 5 അപ്പവും 2 മീനും അതെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു. ശിഷ്യന്മാർ അത് കയ്യിൽ വാങ്ങി. അവിടെ അത്ഭുതം ഒന്നും തന്നെ സംഭവിച്ചില്ല. ആ വാങ്ങിയ അപ്പക്കഷ്ണങ്ങൾ അവർ ഒരു കുട്ടയിലാക്കി അതിൽ നിന്ന് എടുത്ത് മറ്റുള്ളവർക്ക് അവർ കൊടുത്തു. അങ്ങനെ കൊടുത്തപ്പോൾ ഇതാ കുട്ടയിലെ അപ്പക്കഷ്ണങ്ങളുടെ എണ്ണം കൂടി വരുന്നു. അപ്പോൾ അവർ മറ്റ് കുട്ടകളിലേക്ക് അത് പകർന്നു, അതിൽ നിന്നും എടുത്ത് കൊടുക്കുവാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യേശു ആശീർവദിച്ചപ്പോഴോ യേശു തൊട്ടപ്പോഴോ അല്ല അത്ഭുതം സംഭവിച്ചത്. പിന്നെയോ യേശു തൊട്ടത് പങ്കുവയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് അവിടെ അത്ഭുതം സംഭവിച്ചത്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ വീഡിയോ കാണുമ്പോൾ, ഇന്ന് ഈശോ ഈ അത്ഭുതം പ്രവർത്തിച്ച സ്ഥലം നമ്മൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം തൊട്ടതുകൊണ്ട് മാത്രം ആയില്ല. ദൈവം തൊട്ടതുകൊണ്ട് അത്ഭുതം നടക്കുന്നില്ല. പിന്നെയോ ദൈവം തൊട്ടത് നമ്മൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത്ഭുതം നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നമുക്കുള്ളത് അത് ദൈവത്തിന് കൊടുക്കാം. ദൈവം അത് സ്പർശിക്കട്ടെ, വിശുദ്ധീകരിക്കട്ടെ, ആശീർവദിക്കട്ടെ. എന്നിട്ട് നമുക്കത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാം. അവിടെയെല്ലാം വലിയ ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ വീഡിയോ അതിന് നമ്മെ സഹായിക്കട്ടെ.